ബസുമതി അരിയൊന്നും ഇല്ലാതെ സ്കൂൾ അരി വെച്ചിട്ട് എങ്ങനെ കുക്കറിൽ ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ നന്നായി കഴുകി അതിൽ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിടി മല്ലിയില അരിഞ്ഞത്, 2 ചിക്കൻ ക്യൂബ്, ഇതെല്ലാം കൂടി ചിക്കനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, റെഡ് കളറ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ചിക്കൻ്റെ മുകളിൽ വേറൊരു ചിക്കൻ വരാത്ത രീതിയിൽ കുക്കറിൻ്റെ അടിയിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇതൊന്ന് 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. 250 ml കപ്പിന് 1.5 കപ്പ് സ്കൂൾ അരിയാണ് എടുത്തിട്ടുള്ളത്. സ്കൂൾ അരി ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അരി വേവിച്ചെടുക്കാൻ ഒരു ചെറിയ ചെമ്പിൽ വെള്ളം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2-3 ഏലക്കായ, ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓട്ടത്തട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം വെന്ത് പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവായപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് ഫ്രൈ ആക്കിയതിന് ശേഷം ഈ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ചെയ്താൽ മതി, മറ്റേ സൈഡ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തിരിച്ചിട്ട ചിക്കൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. പച്ചമുളക് അതിൻ്റെ നെറ്റിയൊന്നും കളയാതെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി വെള്ളത്തിൽ കലക്കിയതും റെഡ് കളറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഇതൊരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് തുറന്നുകൊണ്ട് നമുക്ക് വിളമ്പാവുന്നതാണ്. സ്കൂൾ അരിയായിട്ട് വെച്ച മന്തിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.